Meet the editors. ഹലോ, ഗുഡ് ഈവനിംഗ്. പ്രതിദിന വാർത്താ വിശകലന പരിപാടി മീറ്റ് ദി എഡിറ്റേഴ്സ് ആരംഭിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഗ്യാൻവാപി മസ്ജിദിൽ ഹിന്ദു വിഭാഗത്തിന് ആരാധനയ്ക്ക് അനുമതി. മസ്ജിദിന് താഴെ അടച്ചിട്ട നിലവറകൾക്ക് മുന്നിൽ പൂജ നടത്താനാണ് വാരണാസി ജില്ലാ കോടതി അനുമതി നൽകിയത്. കോടതി ഉത്തരവിനെതിരെ മസ്ജിദ് കമ്മിറ്റി അലഹബാദ് ഹൈക്കോടതിയെ സമീപിക്കും. വാരണാസി ജില്ലാ കോടതിയുടേതാണ് നിർണായക ഉത്തരവ്. 4 ഹിന്ദു സ്ത്രീകൾ നൽകിയ ഹർജി പരിഗണിച്ചാണ് ഗ്യാൻവാപിയുടെ ഒരു കോടതി അനുമതി നൽകിയത്. മസ്ജിദിന് താഴെ മുദ്രവച്ച നിലവറയ്ക്ക് മുന്നിൽ ആരാധന നടത്താമെന്ന് ഉത്തരവിൽ പറയുന്നു. നേരത്തെ ഇവിടെ ഹൈന്ദവ ആരാധന നടന്നിരുന്നുവെന്ന് ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇത് പരിഗണിച്ചാണ് കോടതിയുടെ ഉത്തരവ്. 7 ദിവസത്തിനകം ആരാധനയ്ക്ക് വേണ്ട ക്രമീകരണം ജില്ലാ ഭരണകൂടം ഏർപ്പെടുത്തണം. ഇതിനു മുമ്പും സമാനമായ ഹർജികൾ കോടതിക്ക് മുന്നിലെത്തിയിരുന്നു. ഗ്യാൻവാപി മസ്ജിദിൽ സർവേ നടത്താൻ അലഹബാദ് ഹൈക്കോടതി അനുമതി നൽകിയതിന് പിന്നാലെയാണ് ആരാധനയ്ക്ക് അനുമതി തേടി 4 സ്ത്രീകൾ കോടതിയെ സമീപിച്ചത്. കോടതി ഉത്തരവോടെ ഗ്യാൻവാപിയിൽ പൂജയ്ക്കുള്ള അവകാശം ലഭിച്ചെന്ന് ഹർജിക്കാർക്ക് വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് വിഷ്ണു ശങ്കർ ജെയിൻ മാധ്യമങ്ങളോട് പറഞ്ഞു. അതേസമയം വിധിക്കെതിരെ മസ്ജിദ് കമ്മിറ്റി അലഹബാദ് ഹൈക്കോടതിയെ സമീപിക്കും. എല്ലാ ദിവസവും നമസ്കാരം നടക്കുന്ന ഇടമാണെന്നും അവിടെ മറ്റൊരു മതവിഭാഗത്തിന് ആരാധന അനുവദിക്കുന്നത് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടും. നാഷണൽ ഡെസ്ക് റിപ്പോർട്ടർ. ചോദ്യം ഇതാണ്: അയോധ്യ വഴിയിലോ ഗ്യാൻവാപി? സുജയ, ഇന്ന് ഗ്യാൻവാപിയിലെ വിധി വന്നു കഴിഞ്ഞതിനു ശേഷം അവിടുത്തെ അഭിഭാഷകൻ പറഞ്ഞൊരു വാചകം ഇതാണ്. ഈ KM മോഹൻ പാണ്ഡെ എന്ന് പറയുന്ന 1983 അയോധ്യയിലെ ക്ഷേത്രത്തിൻ്റെ തുറന്നു കൊടുക്കാൻ വേണ്ടി കാരണമായ കേസിൻ്റെ വിധിയോടാണ് ഇതിനെ ഉപമിച്ചിരിക്കുന്നത്. അപ്പോൾ അയോധ്യ വഴിയിലാണോ ഗ്യാൻവാപി എന്ന് നമ്മൾ ആ ചോദ്യമിട്ടത് ഈ അഭിഭാഷകൻ്റെ സ്റ്റേറ്റ്മെൻറ്റിനെ കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ്. അങ്ങനെ തന്നെയാണോ? മക്കയും മദീനയും പോലെയാണ് അയോധ്യയും കാശിയും എന്നതാണ് നേരത്തെ മുതൽ തന്നെ പറഞ്ഞു വരുന്ന നറേറ്റീവ്. അപ്പോൾ മക്കയും മദീനയും എങ്ങനെയാണോ പുണ്യസ്ഥലങ്ങളായി നിലനിൽക്കുന്നത്, അതുപോലെ അയോധ്യയും കാശിയും നിലനിൽക്കണമെന്നുള്ള ഒരു ആഖ്യാനമാണ് ഓരോ തെരഞ്ഞെടുപ്പ് വേളയിലും ഉയർത്തിപ്പിടിക്കുന്നത്. ഇപ്പോൾ അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിച്ചു കഴിഞ്ഞിരിക്കുന്നു. അത് രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപനത്തിൽ ഇടം പിടിച്ചത് കണ്ട ദിവസമാണ് നമ്മൾ ഗ്യാൻവാപിയിൽ ഈ പൂജയ്ക്ക് അനുമതി നൽകുന്ന വാർത്ത കൂടി വാരാണസി ജില്ലാ കോടതിയിൽ നിന്നും വരുന്നതും നമ്മൾ അതേക്കുറിച്ച് ഇപ്പോൾ ചർച്ച ചെയ്യുന്നതും. ഇവിടെ അയോധ്യയുടെ വഴിയിലാണ് ഗ്യാൻവാപി എന്ന് പറയുന്നതിനൊപ്പം തന്നെ അയോധ്യയിൽ രാമക്ഷേത്രം പണിയാനെടുത്ത സമയത്തേക്കാൾ വളരെ കുറച്ച് സമയം മാത്രമേ ഗ്യാൻവാപിയിൽ പൂജ നടത്തുന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ വിട്ടുകൊടുക്കുന്ന രീതിയിലേക്ക് എത്താൻ എടുക്കുകയുള്ളൂ എന്നതാണ് ഇപ്പോഴത്തെ സംഭവ വികാസങ്ങൾ വ്യക്തമാക്കുന്നത്. കാരണം അയോധ്യയിൽ ഇല്ലാത്ത ഒന്ന് ഇവിടെയുണ്ട്. ASIയുടെ റിപ്പോർട്ട്. ASIയുടെ റിപ്പോർട്ടിൽ കൃത്യമായി പറഞ്ഞു വെക്കുന്നുണ്ട്. ഡിസംബർ 18 ആ റിപ്പോർട്ട് സുപ്രീം കോടതിയിൽ കൊടുത്തത്. സുപ്രീം കോടതിയിലും വാരണാസി ജില്ലാ കോടതിയിലുമായി പല പല കേസുകൾ നിലനിൽക്കുകയാണ്. അപ്പോൾ ആ റിപ്പോർട്ട് വെച്ചുകൊണ്ടാണ് ഇന്നിപ്പോൾ വിശ്വഹിന്ദു പരിഷത്തായാലും നേരത്തെ ഇപ്പോൾ ഡോക്ടർ അരുൺകുമാർ സൂചിപ്പിച്ച അഡ്വക്കേറ്റ് വിഷ്ണു ശങ്കർ ജെയിൻ ആയാലും കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞു വെക്കുന്നത്. ഹിന്ദു വിശ്വാസികൾക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകനാണ് അഡ്വക്കേറ്റ് വിഷ്ണു ശങ്കർ ജെയിൻ. അദ്ദേഹം സൂചിപ്പിക്കുന്നത് പോലെ ജസ്റ്റിസ് KM മോഹൻ 1983 ഈ തർക്കമന്ദിരം പൂജയ്ക്ക് തുറന്നു നൽകാം, അവിടെ ഹിന്ദു ആരാധന പ്രകാരം പൂജ നടത്താം എന്ന് പറയുന്ന ആ ഫസ്റ്റ് ഓർഡർ കൊടുക്കുന്നത് പോലെ തന്നെയാണ് ഇന്ന് ഇപ്പോൾ ഗ്യാൻവാപിയിൽ സംഭവിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ഗ്യാൻവാപിയിൽ ഒരാഴ്ചയ്ക്കകം സംവിധാനം ഒരുക്കണം, പൂജ നടത്തുന്നതിനായിട്ടുള്ള സംവിധാനം ഒരുക്കണം എന്ന നിർദ്ദേശം കോടതി നൽകുകയാണ്. അതിനെ ചലഞ്ച് ചെയ്തുകൊണ്ട് അപ്പീൽ പോകാനുള്ള സാധ്യത അവിടെ നിലനിൽക്കുമ്പോഴും അവിടെ പൂജ നടക്കാൻ പോകുന്നു എന്നത് ഒരു വസ്തുത തന്നെയാണ്. അയോധ്യയിൽ സ്ഥിരമായ പൂജകൾ അങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു. ഗ്യാൻവാപിയിൽ എങ്ങനെയാണ്? ഗ്യാൻവാപി കുറച്ചുകൂടി ആക്റ്റീവായ ഒരു സൈറ്റാണ്, അയോധ്യ പോലെയല്ല. വർഷങ്ങളുടെ ഒരു തർക്കമല്ല. 93 വരെ ഇതേ സ്ഥലത്ത് ആരാധന നടന്നിരുന്നു എന്നതിന് തെളിവടക്കം വെച്ചുകൊണ്ടാണ് ഇവരിപ്പോൾ മുന്നോട്ട് പോയിരിക്കുന്നത്. ഇസ്ലാമിക് സെന്റർ ഫോർ ഇന്ത്യയാണ് എതിർ കക്ഷികൾ. അപ്പോൾ അവർ അപ്പീൽ പോകുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിൽ വ്യാസ്ക തഖാന ഗ്യാൻവാപിയിൽ ഈ പള്ളിക്കുള്ളിലെ സീൽഡ് ഏരിയയിൽ ആരാധന നടത്താനുള്ള അനുമതിയാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. കാശി വിശ്വനാഥ് ടെമ്പിൾ ട്രസ്റ്റാണ് പൂജാരിയെ നിയോഗിക്കുക. അവിടെ അവരുടെ പ്രധാനപ്പെട്ട വാദം, ഇത്രയും കാലം അവർ ഉയർത്തുന്ന വാദം എന്ന് പറയുന്നത് 17-ാം നൂറ്റാണ്ടിൽ ഒരു ഹിന്ദു ക്ഷേത്രം അവിടെ നിലനിന്നിരുന്നു. ഗ്യാൻവാപി ഒരു ഹിന്ദു ക്ഷേത്രമായിരുന്നു. അത് മുഗൾ ചക്രവർത്തി ഔറംഗസേബിന്റെ ആജ്ഞാനുസരണം തകർത്ത് കളഞ്ഞു. അതിനുശേഷമാണ് അത് മുസ്ലിങ്ങളുടെ ഒരു ആരാധനാലയമായി അല്ലെങ്കിൽ ഗ്യാൻവാപി മസ്ജിദായി മാറുന്നത് എന്നതാണ് അവർ പറയുന്നത്. അതിന് അവർക്ക് ഇപ്പോൾ സ്ഥാപിക്കാൻ കഴിയുന്ന തരത്തിലാണ് ആർക്കിയോളജിക്കൽ സർവേയുടെ റിപ്പോർട്ട് വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ അതിന്റെ ഉള്ളടക്കം വന്നിരിക്കുന്നത് എന്നത് നമ്മൾ നോക്കിക്കാണേണ്ടതാണ്. അയോധ്യയിൽ അങ്ങനെ ആയിരുന്നില്ല. അയോധ്യയിൽ ASIയുടെ റിപ്പോർട്ടിൽ കൃത്യമായി ഒരു ഹിന്ദു ക്ഷേത്രം അവിടെ നിലനിന്നിരുന്നു എന്നത് സ്ഥാപിക്കുന്ന ASIയുടെ റിപ്പോർട്ട് അവിടെ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇവിടെ അത് കൃത്യമായി വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഡിസംബർ 18 മുദ്രവെച്ച കവറിൽ കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ട് ഇപ്പോൾ പബ്ലിക് ഡൊമൈനിൽ അവൈലബിൾ ആണ്.
അവിടുത്തെ പ്രധാനപ്പെട്ട കണ്ടെത്തൽ ലാർജ് ഹിന്ദു ടെമ്പിൾ എക്സിസ്റ്റഡ് ബിഫോർ എന്നതാണ്. അവിടുത്തെ പ്രീ എക്സിസ്റ്റിംഗ് സ്ട്രക്ചർ അതൊരു ഹിന്ദു ക്ഷേത്രത്തിൻ്റെതായിരുന്നു. ആ ഹിന്ദു ക്ഷേത്രം നൂറ്റാണ്ടുകൾക്ക് മുൻപ് അവിടെ ഉണ്ടായിരുന്നു. അതിന് മുകളിലാണ് നിലവിലെ നിർമ്മിതി എന്ന് സ്ഥാപിക്കുന്നതിനായി അവർ പറയുന്നത് ഹിന്ദു ക്ഷേത്രങ്ങളിലെ ചില പില്ലറുകൾ, ആ പില്ലറുകളാണ് ഇവിടെ ചെറുതായി രൂപമാറ്റം വരുത്തി സ്ലൈറ്റ്ലി മോഡിഫൈഡ് എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ പുതിയ സ്ട്രക്ചറിൽ അത് ഉപയോഗിച്ചിട്ടുണ്ട് എന്നതിൻ്റെ തെളിവുകളും ഈ റിപ്പോർട്ടിൽ അവർ വെക്കുന്നുണ്ട്. അപ്പോൾ പ്രീ എക്സിസ്റ്റിംഗ് സ്ട്രക്ചറിന് മുകളിലാണോ നിലവിലെ നിർമ്മിതി എന്ന ചോദ്യം കോടതിയിൽ അതിലൊരു തീരുമാനത്തിലേക്ക് വരും. അതിനാസ്പദമായി അവർ പറയുന്ന ലിപികളുണ്ട്. അതുപോലെ തന്നെ ആ ഇൻസ്ക്രിപ്റ്റുകളെ കുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിൽ ദേവനാഗരി ലിപിയുണ്ട്, തെലുഗു ഉണ്ട്, കന്നഡയുണ്ട്. ഈ ലിപികളൊക്കെ പുരാതന ഹിന്ദു ക്ഷേത്രങ്ങളിൽ ഉള്ള ഇൻസ്ക്രിപ്ഷനുമായി സമാനമായ രീതിയിലുള്ളതാണ്. അപ്പോൾ അയോധ്യ പോലെയല്ല, കുറച്ചുകൂടി ഇവിടെ ഈ അഡ്വക്കേറ്റ് വിഷ്ണു ശങ്കർ ജെയിനിന് വാദിച്ച് ജയിക്കാൻ പറ്റുന്ന സാമഗ്രികൾ ഈ റിപ്പോർട്ടിനുള്ളിൽ ഉള്ളടക്കത്തിലുണ്ട് എന്നതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. 34 ഇൻസ്ക്രിപ്ഷനുകളാണ് ASIയുടെ സർവേയിൽ കണ്ടെത്തിയിരിക്കുന്നത്. മാത്രമല്ല അതിൽ ഈ ഡേറ്റിയുടെ അവകാശം, രാംലല്ല കേസിൽ പ്രധാനമായത് ഈ ഡേറ്റിയുടെ അവകാശമാണല്ലോ. ഇവിടെ ജനാർദ്ദന, രുദ്ര, ഉമേശ്വര ഈ 3 വാക്കുകളുള്ള ഇൻസ്ക്രിപ്ഷനുകൾ കണ്ടെത്തിയിട്ടുണ്ട്. ഈ 34 എണ്ണത്തിൽ 3 എണ്ണം എന്ന് പറയുന്നത് ജനാർദ്ദന, രുദ്ര, ഉമേശ്വര, അത് ഹിന്ദു ദൈവങ്ങളെ പ്രതിനിധീകരിക്കുന്ന വാക്കുകളാണ്. അപ്പോൾ അതും അവർക്ക് സ്ഥാപിക്കാൻ കഴിയുന്ന സാഹചര്യമുണ്ട്. മാത്രമല്ല ഈ ഗ്യാൻവാബി മസ്ജിദിന്റെ ഉൾഭാഗത്തെ പടിഞ്ഞാറെ മതിലിലെ ലിഖിതങ്ങൾ, ആ ലിഖിതങ്ങളിൽ ഹൈന്ദവ ചിഹ്നങ്ങൾ, ഓമടക്കമുള്ള ചിഹ്നങ്ങളുണ്ട് എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത് മുദ്രവെച്ച നിലവറ, ആ സീൽഡായിട്ടുള്ള നിലവറയിൽ പൂജ നടത്താം എന്നുള്ളതാണ്. സോമനാഥ് വ്യാസ് നിലവറയിലാണ് പൂജ നടത്താനുള്ള അനുമതി. 10 നിലവറകളുണ്ട്, അതിൽ സോമനാഥ് വ്യാസിലാണ് പൂജ നടത്താൻ ഇപ്പോൾ ജില്ലാ കോടതി അനുമതി കൊടുത്തിരിക്കുന്നത്. ഇതിൽ വേദവ്യാസ പീഠക്ഷേത്രത്തിലെ മുഖ്യ പൂജാരി ശൈലേന്ദ്രകുമാർ പാഠക് വ്യാസാണ് ഇതിലെ ഹർജിക്കാരൻ. ആ ഹർജിക്കാരൻ അവകാശപ്പെടുന്നത് ഈ നിലവറയ്ക്കുള്ളിൽ ശൃംഗാർ ഗൗരി എന്ന വിഗ്രഹമുണ്ട്. അതോടൊപ്പം തന്നെ ദൃശ്യവും അദൃശ്യവുമായ മറ്റു വിഗ്രഹങ്ങളുണ്ട്. ഇവിടെയെല്ലാം പൂജ നടത്താൻ അനുമതി വേണമെന്ന് അവർ ചോദിക്കുമ്പോൾ ആ അനുമതി അവിടെ കൊടുക്കുകയാണ് വ്യാസ് കുടുംബം പറയുന്നതിന്. ഇന്നിപ്പോൾ ജില്ലാ കോടതിയിൽ നിന്നും അനുമതി 93 വരെ പൂജ നടന്നിരുന്നു എന്നത് അവിടെ സ്ഥാപിക്കുകയുമാണ്. PHP അതേ തുടർന്ന് അവകാശപ്പെടുന്ന ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഗ്യാൻവാബി പള്ളി മുസ്ലിങ്ങൾ ഹിന്ദുക്കൾക്ക് വിട്ടു നൽകണമെന്നാണ് ഇപ്പോൾ VHPയുടെ ഇന്റർനാഷണൽ വർക്കിംഗ് പ്രസിഡന്റ് അലോക് കുമാർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ANAയിൽ അദ്ദേഹത്തിന് സൗണ്ട് ബൈറ്റും വന്നിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: മുസ്ലിം കമ്മ്യൂണിറ്റി ഷുഡ് റെസ്പെക്ട്ഫുള്ളി ഷിഫ്റ്റ് ദ മോസ്റ്റ് ടു സം അതർ പ്ലേസ് ആൻഡ് ഹാൻഡ് ഓവർ ദ സൈറ്റ് ടു ഹിന്ദുസ് ഫോർ കൺസ്ട്രക്ടിംഗ് എ ടെമ്പിൾ. ഇവിടെ വിട്ടുപോകണം, അവിടെ ക്ഷേത്രം പണിയാൻ അനുവദിക്കണം. അതാണ് അവർ ആവശ്യപ്പെടുന്നത്. മോഹൻ ഭഗവത് പക്ഷേ പറഞ്ഞിരിക്കുന്നത് മറ്റൊന്നാണ്. ഗ്യാൻവാബി അടക്കം കുഴിച്ചു പോകേണ്ടതില്ല എന്നാണ് അയോധ്യ പ്രാൺ പ്രതിഷ്ഠാ ദിനത്തിൽ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇത് അയോധ്യ വഴിയിലേക്കുള്ള ഒരു പാതയിൽ തന്നെയാണ് ഗ്യാൻവാബി എന്ന രീതിയിലാണ് പല നിരീക്ഷണങ്ങളും വരുന്നത്. വിനികേഷ് കുമാർ, ഓക്കെ, ASIയെ എങ്ങനെയാണ് വിശ്വസിക്കുക എന്നതാണ് എൻ്റെ പ്രാഥമികമായ ചോദ്യം. ഈ രാജ്യത്ത് ഒരു കാര്യം നമ്മൾ ആദ്യമേ തന്നെ പറയട്ടെ, ഈ കേസിന്റെ വിധി നിർണ്ണയത്തിൽ ASIയുടെ ഫൈൻഡിങ് ഇല്ല കേട്ടോ. ഏത് കേസിന്റെ? ഇന്ന് വന്നിരിക്കുന്ന വിധി ASIയുടെ രേഖയെ ഉദ്ധരിച്ചല്ല. അല്ല, അത് സുപ്രീം കോടതിയിലാണ്. അതാ പറഞ്ഞിരിക്കുന്നത്. ASIയുമായിട്ട് ഇതിന് ബന്ധമില്ല നേരിട്ട് ഇന്നത്തെ വിധിക്ക്. അല്ല, ജില്ലാ കോടതി ഇപ്പോൾ വിധിന്യായം പുറപ്പെടുവിക്കുമ്പോൾ ഒരു നിലവറ തുറന്ന് അവിടെ പ്രാർത്ഥനയ്ക്ക് അനുമതി നൽകുമ്പോൾ അവരുടെ മുമ്പിൽ ഈ വിഷയമുണ്ടല്ലോ. ASIയുടെ രേഖയല്ല. ASI അല്ല, അത് പരിശോധിക്കാം, പബ്ലിക് ഡൊമൈനിലാണ്. അത് പബ്ലിക് ഡൊമൈനിലുണ്ടല്ലോ. അല്ല, അത് വന്നത് ഇന്നലെയാണ്. ഈ കേസ് അതല്ല, ഉടമസ്ഥാവകാശമല്ല നോക്കുന്നത്. 93 വരെ അവിടെ പ്രാർത്ഥനയുണ്ടായിരുന്നു എന്നത് മാത്രമായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് നമ്മൾ ASIയെ ഉദ്ധരിച്ചുകൊണ്ട് ഈ വിധി പറയാൻ കഴിയില്ല നമുക്ക്. അല്ല, എനിക്ക് അതിനകത്തൊരു വ്യക്തത വരുത്തണം. അതല്ലല്ലോ കണ്ടൻഷൻ, ASIയുടെ റിപ്പോർട്ടാണല്ലോ സംസാരിക്കുന്നത്. അല്ല, എൻ്റെ വിഷയം ഇത്രയേ ഉള്ളൂ. ASI ആണ് ഇപ്പോൾ സമൂഹത്തിൽ ഒരു പെർസെപ്ഷൻ സൃഷ്ടിച്ചിരിക്കുന്നത്. അവിടെ ഒരു ക്ഷേത്രം പൊളിച്ച് അതിൻ്റെ റിമെയിൻസ് ഉപയോഗിച്ച് പടിഞ്ഞാറേ മതിൽ കെട്ടിയിരിക്കുന്നു എന്നുള്ളതാണല്ലോ ഇപ്പോൾ ASIയുടെ റിപ്പോർട്ട് പറയുന്നത്. എങ്ങനെയാണ് ASIയെ വിശ്വസിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. 2 കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഒന്ന്, ASIയുടെ പരിശോധന അനുവദിച്ച കോടതി തീരുമാനം തെറ്റാണ്. 1991 വർഷിപ്പ് ആക്ട് നിലവിലിരിക്കെ ASIയുടെ പരിശോധന അനുവദിച്ചാൽ അതുണ്ടാക്കാൻ പോകുന്ന പ്രത്യാഘാതം എന്താണ് എന്നറിയാവുന്ന ജുഡീഷ്യറി എങ്ങനെയാണ് ASIയുടെ പരിശോധന അവിടെ അനുവദിക്കുക എന്നുള്ളതാണ്. അതാണ് ഇപ്പോഴത്തെ സംഭവവികാസങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത്. രണ്ടാമത്തേത്, പ്രാർത്ഥനയ്ക്ക് അനുവദിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ പിന്നെ എന്തിനാണ് 91 വർഷിപ്പ് ആക്ട്? എന്തിനാണ് നിങ്ങൾക്ക് 91 വർഷിപ്പ് ആക്ട് പ്രകാരം എന്താണ് ആ പറയുന്ന ആക്ടിൻ്റെ ഉള്ളടക്കം എന്ന് പറയുന്നത്? 1947 ഓഗസ്റ്റ് 15 ഏത് പ്രാർത്ഥനയാണോ നടത്തുന്നത്, ഏത് മതത്തിൻ്റേതാണോ ആ ദേവാലയം, ആ മതത്തിൻ്റേതായിരിക്കുമെന്നുള്ളതാണല്ലോ. ഇപ്പോൾ ജില്ലാ കോടതി ഉത്തരവ് പ്രകാരം എന്താണ്, ആ മുസ്ലിം പള്ളിക്കകത്ത് ഒരു നിലവറ തുറന്ന് അവിടെ ഹിന്ദു പ്രാർത്ഥന നടത്താനുള്ള അനുവാദമാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഈ നാട്ടിലെ നിയമത്തിനൊന്നും യാതൊരു പ്രസക്തിയില്ലേ? അപ്പോൾ
നോക്കൂ, അതാണ് ഞാൻ പറഞ്ഞത്. ഇത് ഒരു പ്രത്യേക കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഒരു ഹിന്ദുത്വ വേവ് ഉണ്ടാക്കാൻ, തരംഗമുണ്ടാക്കാൻ വേണ്ടി വളരെ ബോധപൂർവമായിട്ടുള്ള ഈ ശ്രമം രാജ്യത്ത് നടക്കുകയാണ്. അതാണ് രാമക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠ എന്ന് പറയുന്നത്. നമ്മുടെ പ്രധാനമന്ത്രി അവിടെ ചെന്ന് പ്രാണപ്രതിഷ്ഠ നടത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മതവും രാഷ്ട്രീയവും അങ്ങോട്ട് കൂട്ടിക്കലർത്തി അത് രണ്ടും ഒന്നാണ് എന്ന ആളുകളെ കൊണ്ട് തോന്നിപ്പിക്കുന്ന ഞങ്ങളുടെ ഹിന്ദു ഹൃദയ സാമ്രാട്ടാണ് നരേന്ദ്രമോദി എന്നുള്ളൊരു ചിത്രീകരണം കൊടുക്കാൻ ബോധപൂർവമായി ശ്രമിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതുണ്ടാക്കുന്ന ഒരു വേവ് ഉണ്ട്. അവിടെയാണ് ഞാൻ നേരത്തെ പറയുന്നത് ASI എങ്ങനെയാണ് നിങ്ങൾക്ക് വിശ്വസിക്കാനാവുക എന്നുള്ളത്. ASI എന്ന് പറയുന്ന ഒരു സർക്കാർ സംവിധാനമാണ്, സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥന്മാരാണ്. നമുക്ക് നമ്മുടെ അഡ്മിനിസ്ട്രേഷൻ അത് ബ്രാഹ്മണിക്കലാണെന്ന് മാത്രമല്ല, പൂർണ്ണമായും ഏത് പാർട്ടിയാണോ ഭരിക്കുന്നത്, പ്രത്യേകിച്ച് BJP പോലൊരു രാഷ്ട്രീയ പാർട്ടി ഭരിക്കുമ്പോൾ അതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു സംവിധാനമാണ് നമ്മുടെ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. നമ്മുടെ കോടതിയിൽ നിന്ന് സമീപകാലത്ത് വരുന്ന വിധികളെ സംബന്ധിച്ച് കൃത്യമായ വിശകലനം ഉണ്ടായിട്ടില്ലേ? ആ വിശകലനം എന്താ പറയുന്നത്? ഹിന്ദുത്വ ഭരണഘടനയ്ക്കപ്പുറത്തേക്ക് ഹിന്ദുത്വ ഐഡിയോളജിക്കനുസരിച്ച് വിധിന്യായം പുറപ്പെടുവിക്കുന്ന ജഡ്ജിമാരുള്ള ജുഡീഷ്യറിയാണ് നമ്മുടെ നാട്ടിലുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ ആ നിലയിൽ ഒരു അഡ്മിനിസ്ട്രേഷനെയും ജുഡീഷ്യറിയെയും മറ്റു തൂണുകളെയും വിലയിരുത്താൻ കഴിയുന്ന നമുക്ക് സ്വാഭാവികമായും ASIയെ ഒരു പിഞ്ച് ഓഫ് സാൾട്ടിൽ കൂടെ മാത്രമേ കാണാൻ കഴിയൂ എന്നുള്ളതാണ്. അപ്പോൾ ASI ഒരു പബ്ലിക് പെർസെപ്ഷൻ ഉണ്ടാക്കുക, അതിനെ അടിസ്ഥാനമാക്കി ജില്ലാ കോടതി ഒരു വിധിന്യായം പുറപ്പെടുവിക്കുക, അത് നമ്മുടെ രാജ്യത്തെ പാർലമെൻറ്റ് പാസ്സാക്കിയിട്ടുള്ള നിയമത്തിന് എതിരാവുക, ഈ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ എന്തുകൊണ്ട് വരുന്നു എന്ന് ചോദിച്ചാൽ അത് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ്. അപ്പോൾ ഈ സംവിധാനങ്ങളെല്ലാം തന്നെയും എങ്ങനെയാണ് പിടിമുറുക്കുക എന്നുള്ളത് സംബന്ധിച്ച് നല്ല ഉദ്ദേശ ലക്ഷ്യങ്ങളോടുകൂടിയാണ് ഈ പറയുന്ന സംവിധാനങ്ങളെയൊക്കെ തന്നെയും ഒരുമിച്ച് ഈ കാര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ ജാതി ഭേദമില്ലാതെ ഹിന്ദു വോട്ടർമാർക്ക് 80% ഹിന്ദു വോട്ടർമാരെ ഒരൊറ്റ മെഷീനിലെ ഒരു ബട്ടണിൽ മാത്രം വോട്ട് കുത്തിക്കുന്നതിനുള്ള തന്ത്രമാണ് ഇപ്പോൾ ആവിഷ്കരിച്ചത്. ഗ്യാൻവാപി വിഷയത്തിൽ പൊതുവായിട്ടുള്ളൊരു നിരീക്ഷണം, അത് മതേതരത്വം എന്ന് പറയുന്ന ഒരു ആശയത്തെ വെല്ലുവിളിക്കുന്ന ഒന്നായിട്ട് തന്നെ നമുക്ക് കാണേണ്ടി വരും. എന്നാൽ അതിന് 1-2 അടരുകളുണ്ട്. അതാണ് ഞാൻ നേരത്തെ ASIയുമായി വിധിയുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് സൂചിപ്പിച്ചത്. അതിന് ആ കേസിൻ്റെ ചരിത്രത്തിലേക്ക് പോകണം, ഞാൻ ദീർഘമായ സമയമെടുക്കുന്നില്ല. പക്ഷേ അതിനേക്കാൾ എന്നെ ഇന്ന് ഭീതിപ്പെടുത്തിയ കാഴ്ച, നയപ്രഖ്യാപന പ്രസംഗത്തിനായി രാഷ്ട്രപതി വരുമ്പോൾ ഒരു പ്രത്യേക മതത്തിൻ്റെ ചെങ്കോലിനെ അനുധാവനം ചെയ്തുകൊണ്ട് മതേതര ഭാരതത്തിൻ്റെ റിപ്പബ്ലിക്കിലെ പ്രസിഡന്റ് ഓഫ് ഇന്ത്യക്ക് സഞ്ചരിക്കേണ്ടി വരുന്ന കാഴ്ചയാണ് ഒരു പൗരൻ എന്ന നിലയിൽ എന്നെ ഭീതിപ്പെടുത്തുന്നത്. മാത്രവുമല്ല, നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഒരു പ്രത്യേക മതവിഭാഗത്തിൻ്റെ ആരാധനാലയം മറ്റൊരു മതവിഭാഗത്തിൻ്റെ ആരാധനാലയം തകർത്ത് അവിടെ നിർമ്മിച്ചത് രാഷ്ട്രത്തിൻ്റെ നേട്ടമായി രാഷ്ട്രത്തിൻ്റെ പ്രസിഡന്റ് പറഞ്ഞു എന്നിടത്താണ് ആ മതേതരത്വം വലിയ വിള്ളലുണ്ടാവുന്നത്. അതിനെ തുടർന്നാണ് വൈകുന്നേരം ഈ വാർത്തയെത്തുന്നത്. ഗ്യാൻവാപിയിൽ ഈ വ്യാസൻ്റെ നിലവറയിൽ ഹിന്ദു വിഭാഗക്കാർക്ക് പ്രാർത്ഥന നടത്താനുള്ള അവകാശമുണ്ട് എന്ന രീതിയിലുള്ള വിധി വരുന്നതും അതിന് ഭരണകൂടത്തോട് 7 ദിവസത്തിനുള്ളിൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനായി കോടതി വിധി വരുന്നതും. പ്രേക്ഷകർ ഓർമ്മിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ MV നികേഷ് കുമാർ സൂചിപ്പിച്ചതുപോലെ 1991 പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ട്, ഈ പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ട് പ്രകാരം 1947 ഓഗസ്റ്റ് 15 വരെ എങ്ങനെയാണോ ഒരു ആരാധനാലയം ഉണ്ടായിരുന്നത്, ആ ആരാധനാലയത്തിൻ്റെ ആരാധനാ സ്വഭാവത്തിലോ ഉടമസ്ഥാവകാശത്തിലോ മറ്റൊരു മതവിഭാഗത്തിന് ഒരു ക്ലെയിമും ഉന്നയിക്കാൻ കഴിയില്ല. അതെങ്ങനെയുണ്ടായിരുന്നോ തൽസ്ഥിതി തുടരണമെന്നതാണ് പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ട് നിർദ്ദേശിച്ചിരുന്നത്. നിലവിൽ ഈ വാരണാസി കോടതിയുടെ വിധി പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ടിനെ മറികടക്കുന്ന ഒന്നാണോ? നിയമ വിദഗ്ധർ പറയുന്നത് അല്ല എന്നാണ്. കാരണം 93 വരെ ഈ പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ടിൻ്റെ പരിധിയിൽ തന്നെയാണ് അവിടെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒരുമിച്ച് ആരാധന നടത്തിയിരുന്നത്. എന്ന് പറഞ്ഞാൽ അതൊരു ഹൈബ്രിഡ് ആരാധന നടത്തിയിരുന്ന ഇരുവിഭാഗക്കാരും അവരവരുടേതായ ഇടങ്ങളിൽ ആരാധന നടത്തിയിരുന്ന ഒരു ഇടമായിരുന്നു ഗ്യാൻവാപിയിലെ ഈ വിശ്വേശ്വര ക്ഷേത്രം എന്ന് പറയുന്നത്. ഇതിന് വേറൊരു ചരിത്രം കൂടിയുണ്ട്. ആ ചരിത്രമാണ് ഏറെ കൗതുകകരമായ ചരിത്രം. ഈ 1669 ഔറംഗസേബ് ഈ ക്ഷേത്രം നശിപ്പിച്ചു എന്ന് പറയുമ്പോൾ അതിനും കുറച്ച് പിന്നിലേക്ക് പോയാൽ അക്ബറിൻ്റെ കാലത്ത് രാജാ മാൻസിംഗ് ഈ ക്ഷേത്രം പുനർനിർമ്മിച്ചിരുന്നു എന്നൊരു ചരിത്രം കൂടിയുണ്ട്. അപ്പോൾ നശിപ്പിച്ചതിനെക്കുറിച്ച് മാത്രമേ നമ്മൾ ഓർമ്മിക്കൂ, മുഗൾ സാമ്രാജ്യ കാലഘട്ടത്തിൽ സംരക്ഷിക്കപ്പെട്ട ക്ഷേത്രങ്ങളെ നമ്മൾ ഓർമ്മിക്കുന്നില്ല എന്നതാണ് നമ്മുടെ വിശ്വാസങ്ങളുടെയും പബ്ലിക് പെർസെപ്ഷൻ്റെയും കാര്യത്തിൽ ASI അടക്കമുള്ള ഏജൻസികൾ ഉണ്ടാക്കുന്ന വലിയ മുറിവുകൾ എന്ന് പറയുന്നത്.
നെഹ്റു പറഞ്ഞൊരു വാചകമുണ്ട്, ഇന്ത്യയുടെ മതേതരത്വം എന്ന് പറയുന്നത് ഒരു പാലിംപെസ്റ്റാണ്, പലതവണ പല മനുഷ്യരെ എഴുതിപ്പോയിരിക്കുന്ന ചെമ്പു തകിടാണ്, പല തകിടുകൾ ആയിട്ട്. ഈ തകിടിൽ ഏതെങ്കിലും ഒന്നിലേക്ക് നിങ്ങൾ പോയാൽ അവിടെയാണ് ഇന്ത്യയുടെ ചരിത്രം തുടങ്ങുന്നതെന്ന് പറയാൻ കഴിയില്ല. ഉദാഹരണത്തിന് ദൗലത്താബാദ് കോട്ടയിൽ ഇന്ന് പോയാൽ നിങ്ങൾക്കൊരു ഹിന്ദു ക്ഷേത്രം കാണാം, ഭാരത് മാതാ ക്ഷേത്രം. പക്ഷെ കുറച്ച് വർഷം പിന്നിലേക്ക് പോയാൽ നിങ്ങൾക്ക് ആ ക്ഷേത്രം നിന്നിടത്ത് ഒരു മസ്ജിദ് കാണാം. അതിനും പിന്നിലേക്ക് നിങ്ങൾ പോയാൽ അവിടെ ജൈന ആരാധനാലയം കാണാം. അപ്പോൾ നിങ്ങൾ എവിടെ നിന്നാണ് കുഴിച്ചെടുക്കുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. അത് ഭരിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ മതവിശ്വാസവുമായി ബന്ധപ്പെട്ടായിരിക്കും എന്നുള്ളിടത്താണ് മതേതരത്വത്തിന് വിള്ളലുണ്ടാവുന്നത്. അപ്പോൾ ഞാനിത് അവസാനിപ്പിക്കുന്നത്, യഥാർത്ഥത്തിൽ ഈ വർഷിപ്പ് ആക്ട് കൊണ്ട് 1947 വരെ എങ്ങനെയാണോ ആ ക്ഷേത്രത്തിൽ വിശ്വാസവും അതേപടി തുടരാനാണ് പറയുന്നതെങ്കിൽ അത് നേരിട്ട് പ്ലേസ് ഓഫ് വർഷിപ്പ് ആക്ടിന് തടസ്സമല്ല. പക്ഷേ ഇതിനെ കൂടുതൽ സങ്കീർണമാക്കുന്നത് ASIയുടെ റിപ്പോർട്ട് പൊതുജനങ്ങൾക്ക് ലഭ്യമാവുകയും ആ ASI റിപ്പോർട്ടിൽ ഈ പറയുന്ന 1669 മുൻപുള്ള വിഗ്രഹങ്ങൾ പ്രത്യക്ഷപ്പെടുന്നു, വിഷ്ണുവും ഹനുമാനും ഒക്കെ പ്രത്യക്ഷപ്പെടുന്നു എന്നുള്ളത് ചർച്ചയായി തീരുകയും VHP പോലെയുള്ള നേതാക്കൾ, VHP പോലെയുള്ള പ്രസ്ഥാനങ്ങൾ അത് ഏറ്റെടുക്കുകയും ഗിരിരാജിനെ പോലെയുള്ള മന്ത്രിമാർ ഈ വാരണാസി കൂടി പിടിച്ചെടുക്കണമെന്നുള്ള രാഷ്ട്രീയ സ്റ്റേറ്റ്മെൻറ്റ് നടത്തുകയും ചെയ്യുന്നിടത്താണ് ഈ വിധി ഒരു വലിയ അപകടകരമായ വിധിയായിത്തീരുന്നത്. നിങ്ങൾ കുഴിച്ചെടുത്തുകൊണ്ടാണ് ഒരു വംശത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ആരാധനാലയത്തിൻ്റെ ചരിത്രം നിർമ്മിക്കാൻ പോകുന്നതെങ്കിൽ ഇന്ത്യയെ സംബന്ധിച്ച് ഇനിയും താഴേക്ക് നിങ്ങൾക്ക് കുഴിക്കേണ്ടി വരും. അമ്പലം കുഴിച്ചാൽ പള്ളി കിട്ടും, പള്ളി കുഴിച്ചാൽ വീണ്ടും അമ്പലം കിട്ടും, ആ അമ്പലം കുഴിച്ചാൽ ചിലപ്പോൾ കിട്ടുന്നത് ബുദ്ധൻ്റെ വിഹാര കേന്ദ്രങ്ങളായിരിക്കും എന്നുള്ളതാണ് ഇന്ത്യയുടെ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് അയോധ്യ വഴിയിൽ ഗ്യാൻവാപി കൊണ്ടുപോകാനാണ് ചുരുങ്ങിയ പക്ഷം VHPയുടെയെങ്കിലും ശ്രമം. ഉത്തർപ്രദേശിലെ BJPയും ഇതിനെ വലിയ രീതിയിൽ സ്വാഗതം ചെയ്തിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഡോക്ടർ അരുൺ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇന്ന് പാർലമെന്റിൽ കണ്ട കാഴ്ചയും ഇന്നത്തെ കോടതി ഉത്തരവും ഒരേ ദിവസമായത് യാദൃശ്ചികമല്ല എന്ന് കരുതുകയാണ്. പാർലമെന്റിലെ കാഴ്ച ഈ ചെങ്കോൽ സ്ഥാപിക്കുന്ന ഘട്ടത്തിൽ രാഷ്ട്രപതിക്ക് അവിടെ ക്ഷണമുണ്ടായിരുന്നില്ല. പക്ഷേ ചെങ്കോൽ വെച്ചുകൊണ്ടാണ് ഇന്ന് സ്വീകരിക്കുന്നത്. അതുമാത്രമല്ല ചെങ്കോലിന് പിന്നാലെ പോകുന്നു. മാത്രമല്ല അവിടെ ജയ് ശ്രീറാം വിളികളും ഉണ്ടായിരുന്നു ഭരണപക്ഷ MP-മാരുടെ ഭാഗത്തുനിന്ന്. അതുകൂടാതെ ഇന്ന് പ്രധാനമന്ത്രി നടത്തിയ ഒരു പ്രതികരണത്തിന് ഒടുവിൽ ജയറാം എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം അവസാനിപ്പിക്കുന്നത്. ഇനി മുതൽ അങ്ങനെയായിരിക്കും എല്ലാ BJP നേതാക്കളും ആ രൂപത്തിലാണ് ഇനി പ്രതികരിക്കാൻ പോകുന്നത്. അപ്പോൾ ഭൂരിപക്ഷ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ എടുക്കുന്ന തീരുമാനങ്ങളിലേക്ക് നമ്മുടെ മുഴുവൻ സിസ്റ്റവും എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അതാണ് ഇനി കോടതികളും ആ രൂപത്തിലേ പ്രവർത്തിക്കുകയുള്ളൂ എന്ന കാര്യം നമുക്ക് ഉറപ്പാണ്. ഈ 1600 പൊളിച്ച ഒരു പള്ളിയുമായി ബന്ധപ്പെട്ട് അവിടേക്ക് പോകുന്നതിനെക്കുറിച്ചാണ് ഇവിടെ ചർച്ച നടക്കുന്നത്. 1600 എന്ത് നീതിയാണ് ഇവിടെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്? നേരത്തെ ഡോക്ടർ അരുൺ ചൂണ്ടിക്കാണിച്ചത്, നേരത്തെ പ്രകാശ് രാജ് ഇങ്ങനെ പ്രതികരണം നടത്തിയിരുന്നു. ഭരണകൂടം കുഴിക്കുന്ന ഭരണകൂടമാണ്. കുഴിച്ച ആദ്യം പള്ളി പൊളിച്ച് താഴേക്ക് കുഴിച്ചു നോക്കുമ്പോൾ ഒരു ക്ഷേത്രം കാണും, വീണ്ടും കുഴിച്ച് താഴേക്ക് പോകുമ്പോൾ ഒരു ബുദ്ധക്ഷേത്രം കാണും. അങ്ങനെ കുഴിച്ച് പോയി താഴേക്ക് പോയി ആ പഴയ ചരിത്രത്തെ ഇവിടെ കൊണ്ട് പ്രതിഷ്ഠിച്ച് നമ്മൾ പുരോഗമന ആശയങ്ങളിലേക്കല്ല പോകുന്നത്, താഴേക്ക് പിന്നാക്കം സഞ്ചരിക്കുന്ന ഒരു രാജ്യമായി മാറുകയാണ്. അങ്ങനെ മതരാഷ്ട്രമായി മാറുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സൂചനകൾ ഇന്ന് കണ്ടു കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ പറഞ്ഞ വർഷങ്ങളുടെ കണക്കുകളൊക്കെ നോക്കുകയാണെങ്കിൽ വാരാണസിയിലെ കാശി വിശ്വനാഥ് ക്ഷേത്രത്തിന് സമീപത്തെ പള്ളി തങ്ങൾക്ക് കിട്ടണമെന്ന ഹിന്ദുക്കളിൽ ഒരു വിഭാഗത്തിൻ്റെ ആവശ്യം, അതിനോട് ഇന്ത്യയിലെ കോടതികൾ എങ്ങനെയൊക്കെ പ്രതികരിച്ചു എന്നുള്ളതും ഒന്നും ചരിത്രത്തിൽ നിന്ന് പഠിക്കുന്നില്ല എന്നതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ്. ഈ സംഘപരിവാർ സംഘടനകൾ 1991 ഗ്യാൻവാപിയുടെ നിയന്ത്രണം ആവശ്യപ്പെട്ട് ഈ കോടതിയെ സമീപിക്കുന്നത്. എന്നാൽ പള്ളിയും ക്ഷേത്രവും ഒരു പ്രശ്നവുമില്ലാതെ നിലനിൽക്കുന്നതാണ് എന്നാണ് അന്ന് വഖഫ് ബോർഡ് വാദിച്ചത്, അല്ലേ? അതിനുശേഷം 2019 ഈ അയോധ്യ വിധിക്ക് ശേഷമാണ് ഇത് ചൂടുപിടിക്കുന്നത്. അതിനുശേഷമാണ് അവർക്കൊരു ആത്മവിശ്വാസം ഇതിൽ വരുന്നത്. ആർക്കിയോളജിക്കൽ സർവേ ആവശ്യപ്പെട്ട് ഹർജി നൽകുന്നു. വാരണാസി കോടതി സർവേ നടത്താൻ ഉത്തരവിട്ടു എന്ന് മാത്രമല്ല, ഇത് രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് എന്ന് കോടതി പറയുകയാണ്. അപ്പോൾ ആ രൂപത്തിലേക്ക് കോടതി എത്തിയോ? എന്ത് പ്രാധാന്യമാണ് അവിടെ ഉള്ളത്? ഏതോ ഒരു വർഗീയവാദികൾ പള്ളിയല്ല ക്ഷേത്രമാണെന്ന് പറഞ്ഞാൽ അതിലാണ് ദേശീയ പ്രാധാന്യമെന്ന് കോടതിക്ക് പോലും തോന്നുന്നത് എന്തുകൊണ്ടാണ്? അപ്പോൾ അയോധ്യയുമായി ബന്ധപ്പെട്ട് നേരത്തെ ഈ ആർക്കിയോളജിക്കൽ സർവേ നടത്തിയ പഠനങ്ങളോട് പല ആർക്കിയോളജിസ്റ്റുകൾ തന്നെ എതിരഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതാണ് ശരി എന്ന രൂപത്തിലേക്ക് വ്യാഖ്യാനം കൊണ്ടുവന്നല്ലോ. അപ്പോൾ അങ്ങനെ വ്യാഖ്യാനം കൊണ്ടുവന്ന് അത് ജനങ്ങളിലേക്ക് അടിച്ചേൽപ്പിച്ച് അതാണ് സത്യമെന്ന രൂപത്തിലേക്ക് കൊണ്ടുവരാനുള്ള സാധൂകരണം ആ രൂപത്തിലേക്ക് എത്തിയിരിക്കുന്നു. അയോധ്യയുടെ വഴിയിലാണെന്ന് കാര്യത്തിൽ ഒരു സംശയമില്ല. RSS മേധാവി അന്ന് പറഞ്ഞത് ഇനി നമുക്ക് തൽക്കാലം നിർത്താമെന്ന് പറഞ്ഞു. ഗ്യാൻവാപി എന്ന് പറഞ്ഞിട്ടില്ല കേട്ടോ. പറഞ്ഞില്ല. ഞാൻ അദ്ദേഹത്തിന്റെ പ്രസംഗം കേട്ടു. നമ്മൾ കേട്ട പറ്റില്ല. അതിനുശേഷം ഗ്യാൻവാബിയെ കുറിച്ച് പറയുന്നു. ഞാൻ മുഴുവൻ ഇരുന്ന് കേട്ടതാണ്. ഗ്യാൻവാപി എന്ന് പറയുന്നുണ്ട്.
ഗ്യാൻവാപിയിലേക്ക് പോകണ്ട എന്ന് പോകണ്ടെന്ന് പറഞ്ഞിട്ടില്ല. ഗ്യാൻവാബിയും നമ്മൾ ഗ്യാൻവാബിയിൽ വിഷയമുണ്ടാക്കുന്നവർക്ക് വിശ്വാസം ഉണ്ടാവാം. ആ പശ്ചാത്തലത്തിലാണ് ഞാനിത് പറയുന്നത് എന്നാണ്. ശരി. അപ്പോൾ ഇനിയിപ്പോൾ ഈ രൂപത്തിൽ ഈ നേരത്തെ പറഞ്ഞ പോലെ 91 ആരാധന നിയമം, ആ നിയമത്തിന് വിരുദ്ധമായിട്ടാണ് ഈ കാര്യങ്ങൾ നടക്കാൻ പോകുന്നത്. അപ്പോൾ ആ നിയമം ഉണ്ടോ എന്നെങ്കിലും കോടതികൾ ഇനി പറയണം, അല്ലേ? ആ നിയമം നിൽക്കുമ്പോഴാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. ഇനിയിപ്പോൾ ഓരോയിടത്തും ഈ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഈ പഴയ പള്ളികൾ കുഴിക്കാനുള്ള തീരുമാനങ്ങൾ അല്ലെങ്കിൽ ആവശ്യങ്ങൾ ഇങ്ങനെ ഓരോരോ കോടതികളിലേക്ക് എത്തുന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇത് ഇനി ഇന്ന് പ്രതിരോധത്തിൻ്റെ ഒന്നും കാര്യമില്ല, പ്രതിരോധിച്ചിട്ട് കാര്യമില്ല എന്ന രൂപത്തിലേക്ക് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എത്തുകയാണോ എന്ന് പോലും സംശയമുണ്ട്. ഇന്നിപ്പോൾ ഒരു കോൺഗ്രസിൻ്റെ ശക്തമായ പ്രതികരണമൊന്നും ഈ വിഷയത്തിൽ നമ്മൾ കണ്ടിട്ടില്ല. ഉണ്ണി ബാലകൃഷ്ണൻ, ഈ അയോധ്യയിലെ പ്രതികളെ, അന്ന് ഈ ബാബറി മസ്ജിദ് തകർത്ത പ്രതികളെ വെറുതെ വിടുന്ന കോടതിയിലാണ് ആദ്യമായിട്ട് ഈ അബ് കാശി മഥുര ബാക്കി ഹേ എന്ന ഒരു വലിയ മുദ്രാവാക്യം ഉണ്ടാവുന്നത്. പിന്നീട് അതിങ്ങോട്ട് സാധൂകരിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. ഇപ്പോൾ കാശി, ഇനി മധുരയിലെ ഈദ്ഗാഹ് ക്ഷേത്രമുണ്ട്, ഇനി അങ്ങോട്ട് ഈ കുഴിപ്പായിരിക്കുമോ ഉണ്ടാവുക എന്ന സംശയം പൊതുജനങ്ങൾക്ക് ഉണ്ടാവുമ്പോഴാണ് ഈ ചോദ്യം ഉണ്ടാവുന്നത്, അയോധ്യ വഴിയിലോ ഗ്യാൻവാപി. ഈ നോക്കൂ, ഇപ്പോൾ ഈ നടക്കാനിരിക്കുന്ന 2-3 മാസത്തിന് ശേഷം നടക്കാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ മുൻനിർത്തിയുള്ള ഒരു അജണ്ട മാത്രമായി നമ്മളിതിനെ കാണണ്ട. RSSൻ്റെ പ്രഖ്യാപിത നയം എന്താണ്? RSS ഇന്ത്യയെ ഒരു ഹിന്ദു രാഷ്ട്രമാക്കണം എന്ന പ്രഖ്യാപിത നയത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ്. ആ RSS നേതൃത്വം കൊടുക്കുന്ന സംഘപരിവാറിൻ്റെ പൊളിറ്റിക്കൽ ഔട്ട്ഫിറ്റാണ് BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി. ആ രാഷ്ട്രീയ പാർട്ടിയെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം എന്ന് പറയുന്നത് ഇന്ത്യയെ ഒരു ഹിന്ദു രാഷ്ട്രമാക്കുക എന്നുള്ളതാണ്. അക്കാര്യത്തിൽ ആർക്കും ഒരു സംശയമുണ്ടെന്ന് തോന്നുന്നില്ല. ഇനി നോക്കൂ, ഇവിടെ ഇപ്പോൾ നേരത്തെ നിങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചു, ഇതെവിടെ മുതൽ ആരംഭിക്കുന്നു? ശരിയായി പറഞ്ഞാൽ ഇന്ത്യൻ പാർലമെൻറ്റിൽ ചെങ്കോല് സ്ഥാപിക്കുന്നിടത്ത് നിന്ന് ഇത് ആരംഭിക്കുകയാണ്. എങ്ങനെയാണ് ഈ ചെങ്കോല് സ്ഥാപിച്ചത്? ഒരു കൂട്ടം ഹിന്ദു സന്യാസിമാർ പാർലമെൻറ്റിൻ്റെ അകത്തേക്ക് വരുന്നു, എന്നിട്ട് അവിടെ നിന്നിട്ട് ഈ പറയുന്ന ശ്ലോകങ്ങളൊക്കെ ചാൻറ്റ് ചെയ്യുന്നു. അവിടെ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് പ്രധാനമന്ത്രി ചെങ്കോൽ സ്ഥാപിക്കുന്നു. ഇത് എന്തിൻ്റെ ചിഹ്നമാണ്? ഇന്ത്യയുടെ പാർലമെൻ്റ് എന്ന് പറയുന്നത് ഒരു മതേതര പാർലമെൻറ്റാണ്. ആ പാർലമെൻറ്റിലേക്കാണ് ഒരു മതത്തിൻ്റെ സന്യാസിമാർ കടന്നു വന്ന് മതസൂക്തങ്ങൾ ആലപിച്ചുകൊണ്ട് ഒരു മതത്തിൻ്റെ ചിഹ്നമായ ചെങ്കോൽ സ്ഥാപിക്കുന്നതോടെ തന്നെ ഇന്ത്യയുടെ ഒരു ഔദ്യോഗിക മതം രൂപപ്പെടുകയാണ്. ഇന്ത്യക്കൊരു ഒഫീഷ്യൽ റിലിജിയൻ ഉണ്ടായിരിക്കുന്നു ഇപ്പോൾ. അത് ഹിന്ദു മതമാണ്. 2020 ആരാണ് അയോധ്യയിൽ ശിലാസ്ഥാപനം നിർവഹിച്ചത്? ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയാണ് ഒരു ക്ഷേത്രത്തിൻ്റെ ശിലാസ്ഥാപനം നിർവഹിക്കുന്നത്. അദ്ദേഹം തന്നെയാണ് ആ ക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠയിൽ യജമാനനായി നിൽക്കുന്നത്. ഇന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ത്യൻ പാർലമെൻറ്റിനെ അഭിസംബോധന ചെയ്യുമ്പോൾ ഇന്ത്യയെ തന്നെയാണല്ലോ അഭിസംബോധന ചെയ്തത്. എന്നിട്ട് രാമക്ഷേത്രം വലിയ നേട്ടമായി ഉയർത്തിപ്പിടിക്കുന്നു. ആ അർത്ഥത്തിൽ ഇന്ത്യയെ ഒരു മതരാഷ്ട്രമായി രൂപപ്പെടുത്തുക, ഹിന്ദു രാഷ്ട്രമായി രൂപപ്പെടുത്തുക എന്നുള്ള RSSൻ്റെ ഒരു ലോങ് ടേം പ്രോജക്റ്റിൻ്റെ വളരെ വേഗത്തിലുള്ള നടപ്പാക്കലുകൾക്കാണ് ഇപ്പോൾ നമ്മൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നികേഷ് ചോദിക്കുകയുണ്ടായി, നമ്മൾ ഏത് തരം കാലഘട്ടത്തിലാണ് ജീവിക്കുന്നതെന്ന്. അതാണ് ഏറ്റവും സുപ്രധാനമായ ചോദ്യം. നമ്മുടെ മതേതരത്വം വെല്ലുവിളിക്കപ്പെടുന്നു. നമ്മളുടെ ഒരു ഏകമത രാഷ്ട്രമാക്കി ഇന്ത്യയെ മാറ്റി തീർക്കുക എന്ന് പറയുന്ന ഒരു വലിയ പദ്ധതിയുടെ ആദ്യഘട്ടത്തിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. അതുകൊണ്ട് ഗ്യാൻവാബി എന്ന് പറയുന്നത് ഒരു ഇലക്ഷൻ പ്രോജക്റ്റ് മാത്രമല്ല, അതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. പല പദ്ധതികൾ ഇനിയിപ്പോൾ ഒന്നൊന്നായിട്ട് വന്നുകൊണ്ടിരിക്കും. ഇനിയിപ്പോൾ അടുത്തൊരു പ്രശ്നം എന്ന് പറയുന്നത് ഈ ഗ്യാൻവാബിയുമായി ബന്ധപ്പെട്ട ASIയുടെ റിപ്പോർട്ടാണ്. നോക്കൂ, നിങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചതുപോലെ നമ്മളിപ്പോൾ നോക്കിയാൽ 8-ാം നൂറ്റാണ്ട് മുതൽ 17-ാം നൂറ്റാണ്ട് വരെയുള്ള 1000 വർഷങ്ങൾ ഇന്ത്യയുടെ ഭൂരിഭാഗം പ്രദേശങ്ങളും ഭരിച്ചിരുന്നത് മുസ്ലിം രാജാക്കന്മാരാണ്. 8-ാം നൂറ്റാണ്ടിൽ അത് ആരംഭിക്കുന്നു. ഏതാണ്ട് 12-ാം നൂറ്റാണ്ടാകുമ്പോഴത്തേക്കും വലിയ സുൽത്താനേറ്റുകൾ ഉണ്ടാകുന്നു. ഡൽഹി സുൽത്താനേറ്റ് ഉണ്ടാകുന്നു. അതിനുശേഷം മുഗൾ എംപയർ ഉണ്ടാകുന്നു. ഈ കാലഘട്ടങ്ങളിൽ ഈ 1000 വർഷം പല ക്ഷേത്രങ്ങളും പൊളിച്ചിട്ടുണ്ട്. പക്ഷേ ഈ 1000 വർഷം എന്ന് പറയുന്ന മനുഷ്യചരിത്രത്തിൽ ഒരു ചെറിയ പീരീഡാണോ? അന്ന് ഇവിടെ മുഴുവൻ അധികാരത്തോടും കൂടി ഇരുന്നിരുന്ന ഈ പറയുന്ന മുസ്ലിം രാജാക്കന്മാർക്ക് വേണമെങ്കിൽ ഇന്ത്യയിലെ എല്ലാ ക്ഷേത്രങ്ങളും ഇല്ലായ്മ ചെയ്യാമായിരുന്നു. 1000 വർഷം എന്ന് പറയുന്ന ഒരു ചെറിയ ടൈമല്ല. ഇപ്പം നോർത്ത് ഇന്ത്യ മാത്രമല്ല, ഇപ്പം സൗത്ത് ഇന്ത്യയിലേക്ക് വന്നാൽ കർണാടകത്തിൽ ടിപ്പു സുൽത്താൻ ഉണ്ടായിരുന്നില്ലേ? ഹൈദരാബാദിൽ നിസാം ഉണ്ടായിരുന്നില്ലേ? ജുനഗഡ് സുൽത്താനേറ്റ് ഉണ്ടായിരുന്നില്ലേ രാജസ്ഥാനിൽ? ഇങ്ങനെ ഇന്ത്യയുടെ എല്ലാ ഭാഗത്തും മുസ്ലിം അധിനിവേശം ഉണ്ടാവുകയും മുസ്ലിം രാജാക്കന്മാർ ഭരിക്കുകയും ചെയ്യുമ്പോൾ തന്നെ ഇന്ത്യയിലെ ക്ഷേത്രങ്ങൾ സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ആയിരക്കണക്കിന് ക്ഷേത്രങ്ങൾ മുസ്ലിം രാജാക്കന്മാരുടെ അംഗീകാരത്തോടുകൂടി അനുമതിയോടുകൂടി നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ഈ നമ്മളീ പറയുന്ന ഗ്യാൻവാബി നേരത്തെ അരുൺ ചൂണ്ടിക്കാണിച്ചതുപോലെ പല കാലഘട്ടങ്ങളിൽ തകർക്കപ്പെടുകയും പുനർനിർമ്മിക്കപ്പെടുകയും ചെയ്തിട്ടുള്ള ക്ഷേത്രമാണ്. നിങ്ങൾക്ക് ഇപ്പോൾ പോയിട്ട് ഈ ഗ്യാൻവാബി കുഴിച്ചെടുത്താൽ അവിടെ ക്ഷേത്രത്തിൻ്റെ അവശിഷ്ടങ്ങൾ ഉണ്ടാകുന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. നേരത്തെ നിങ്ങൾ പറഞ്ഞ കണക്ക് അക്ബറിൻ്റെ കാലഘട്ടത്തിൽ രാജാ മാൻസിംഗ് അവിടെ ക്ഷേത്രം പണിതിട്ടുണ്ട്. അതിനു മുമ്പ് ഈ പറയുന്ന ഇൽത്തുമിഷ് കാലഘട്ടത്തിൽ അത് പൊളിക്കപ്പെട്ടിട്ടുണ്ട്. അതിനു മുമ്പ് ഡൽഹി സുൽത്താനേറ്റിൻ്റെ കാലഘട്ടത്തിൽ അത് പൊളിക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ
അപ്പോൾ വീണ്ടും തിരിച്ച് ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. ഈ ഔറംഗസീബാണ് അവസാനം അത് തകർക്കുന്നത്. അപ്പോഴും ഔറംഗസീബ് പിന്നെ ക്ഷേത്രം തകർക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവിടെ ഒരു ലോക്കൽ ഫ്യൂഡ് ഉണ്ടാകുന്നു. അതായത് ഔറംഗസീബിൻ്റെ ഭരണത്തിനെതിരായിട്ട് പ്രാദേശികമായി ബ്രാഹ്മിൻസും സെമീന്ദാർമാരും കൂടി യോജിച്ചിട്ട് അവരുടെ ഒരു പോരാട്ടത്തിൻ്റെ ഹബ്ബായിട്ട് ആ ക്ഷേത്രം മാറുമ്പോഴാണ് അത് തകർക്കപ്പെടുന്നത്. ഇങ്ങനെയാണ് ക്ഷേത്രങ്ങൾ തകർക്കപ്പെട്ടിട്ടുള്ളത്. അപ്പം ഈ പറയുന്ന 1000 വർഷം കൊണ്ട് പലതവണ തകർക്കപ്പെടുകയും പുനർനിർമ്മിക്കപ്പെടുകയും ചെയ്യുമ്പോൾ അതിൻ്റെ ഒറിജിനൽ എന്തായിരുന്നു ഒറിജിനൽ ഫോം എന്നതിനെ സംബന്ധിച്ച് പല തർക്കങ്ങളുണ്ടാകും. നിങ്ങൾ ഏത് കാലഘട്ടത്തിൽ അത് ഫിക്സ് ചെയ്യുന്നതനുസരിച്ചിരിക്കും. 200 വർഷം മുമ്പ് അത് രാമക്ഷേത്രം അല്ലെ ഒരു ക്ഷേത്രമായിരുന്നു എന്ന് പറയുകയാണെങ്കിൽ അതിനും 200 വർഷം പിന്നിൽ അതൊരു മോസ്ക് ആയിരുന്നു, അതിനും 200 വർഷം പിന്നിൽ അതൊരു ക്ഷേത്രമായിരുന്നു. ഇങ്ങനെ പോകുകയാണ് പുറകോട്ട്. അപ്പോൾ ഒരു കാരണവശാലും നമ്മൾ ഈ പറയുന്ന ASI റിപ്പോർട്ട് എന്ന് പറയുന്നത് ഈ യഥാർത്ഥത്തിൽ പല കാലഘട്ടങ്ങളിലായി തകർത്തും നിർമ്മിച്ചും പോയ ഒരു കെട്ടിടത്തിൻ്റെ അവശിഷ്ടത്തെ ചൂണ്ടിക്കാട്ടി ഇത് ഹിന്ദു ക്ഷേത്രമായിരുന്നു എന്ന് പറയുന്നതിൻ്റെ ചരിത്രപരമായൊരു അയുക്തികതയുണ്ട്. അതുകൊണ്ട് ഈ കാര്യത്തിൽ ASI റിപ്പോർട്ടല്ല അടിസ്ഥാനപരമായിട്ടൊരു പ്രശ്നമായി എടുക്കേണ്ടത്. മറിച്ച് നമ്മൾ ഏത് കാലഘട്ടത്തിൽ ജീവിക്കുന്നു എന്ന ചോദ്യത്തിലേക്ക് വീണ്ടും വന്നാൽ നമ്മൾ ആധുനിക ജനാധിപത്യ കാലത്താണ് ജീവിക്കുന്നതെന്നേ. ഈ ആധുനിക ജനാധിപത്യ കാലത്ത് ജീവിക്കുമ്പോൾ 1947 ഓഗസ്റ്റ് 15 ഇന്ത്യ സ്വതന്ത്രമാകുമ്പോൾ നമ്മൾ 2 രാജ്യമായി വിഭജിക്കപ്പെട്ടിരുന്നു. അന്ന് ഇന്ത്യ എടുത്ത തീരുമാനം എന്താ? ഇന്ത്യ എടുത്ത തീരുമാനം പാകിസ്ഥാനിലേക്ക് പോകേണ്ടവർക്ക് പോകാം. അതേസമയം എല്ലാ മുസ്ലിങ്ങളും ഇന്ത്യ വിടണമെന്നല്ല തീരുമാനിച്ചത്. ഇന്ന് ലോകത്ത് ഏറ്റവും വലിയ മുസ്ലിം മൈനോറിറ്റിയുള്ള രാജ്യമാണ് ഇന്ത്യ. 18 കോടി മുസ്ലിങ്ങൾ താമസിക്കുന്ന രാജ്യമാണ് ഇന്ത്യ. എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ സംഭവിച്ചത്? ഇന്ത്യ അംഗീകരിച്ചിരിക്കുന്ന മതേതരവും ബഹുസ്വരവും ജനാധിപത്യപരവുമായ ഒരു രാജ്യത്തെയാണ്. ആ രാജ്യത്തെയാണ് ഇപ്പോൾ മാറ്റിമറിച്ചുകൊണ്ട് ഒരു പ്രധാന മതവിഭാഗത്തിൻ്റെ ആധിപത്യത്തിലേക്ക് കൊണ്ടുവരാൻ വരുന്നത്. അത് RSSൻ്റെ പ്രോജക്റ്റാണ്. ഹിന്ദുരാഷ്ട്ര നിർമ്മാണമാണ് അതിൻ്റെ ലക്ഷ്യം. ഇനിയിപ്പം ഞാൻ പറയുന്നത് ഈ പറയുന്ന 2024 തെരഞ്ഞെടുപ്പിലേക്ക് മുമ്പ് ഗ്യാൻവാബി ഒന്നും ഉയർത്തി കാണിക്കേണ്ട. രാമക്ഷേത്രം കൊണ്ട് തന്നെ അതൊക്കെ ഭംഗിയായി നിർവഹിക്കപ്പെട്ടിരിക്കുന്നു. ഇനി അങ്ങോട്ടേക്ക് മുഴുവൻ കാര്യങ്ങളും ചെയ്യാൻ പോകുന്നത് ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഹിന്ദു രാഷ്ട്രമാക്കി മാറ്റുക എന്നുള്ളതാണ്. അതിൻ്റെ ഒരു തുടർച്ചയിൽ മാത്രമായിട്ടാണ് ഞാൻ ഈ പറയുന്ന ഗ്യാൻവാബിയെ കാണുന്നത്. അയോധ്യയുടെ വഴി തന്നെയാണ് ഗ്യാൻവാബി പോകുന്നത്. പക്ഷേ അയോധ്യയുടെ ലക്ഷ്യമല്ല ഗ്യാൻവാബിയുടെ ലക്ഷ്യം. അയോധ്യയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് BJP പോലൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ പൊളിറ്റിക്കൽ അജണ്ടയായിരുന്നു. ആ അജണ്ടയുടെ മുൻനിർത്തിയാണ് ആ രാഷ്ട്രീയ പ്രസ്ഥാനം വളർന്നത്, ആ രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ത്യ ഭരിക്കുന്നത്. ഇനി അങ്ങോട്ടേക്ക് എന്ന് പറയുന്നത് ഹിന്ദു രാഷ്ട്ര നിർമ്മാണമാണ്. അതിൻ്റെ ഭാഗമായി ഇനിയും ഒരുപാട് മോസ്കുകൾ പൊളിക്കപ്പെടും. പുതിയ അവകാശവാദങ്ങൾ രൂപപ്പെട്ടു വരികയും ചെയ്യും. ഇനി ഒരു കർസേവകരുടെ സാന്നിധ്യം ഗ്യാൻവാബിക്ക് ആവശ്യമില്ല. ഈ കോടതി വിധിയിലൂടെ തന്നെ അതിപ്പോൾ സാധിച്ചെടുത്തിട്ടുണ്ട്. ഒരുപക്ഷെ ഈ ഹൈബ്രിഡ് വിശ്വാസാരാധന അവിടെ തുടരുകയും ഉടമസ്ഥാവകാശം സംബന്ധിച്ചുള്ള വിഷയം ഒരുപക്ഷെ സുപ്രീം കോടതി അവസാന ഘട്ടത്തിൽ റദ്ദ് ചെയ്യുകയും ചെയ്യുമെന്നാണ് എൻ്റെ പൂർണ്ണമായിട്ടുള്ള വിശ്വാസം. കാരണം ഈ ASIയുടെ ഫൈൻഡിംഗ് ഒന്നും ആ അർത്ഥത്തിൽ ഈ സുപ്രീം കോടതി പരിഗണിക്കില്ല. അടിസ്ഥാനമായി പ്ലേസ് ഓഫ് വർഷിപ്പ് ആക്ട് നിലനിർത്തിക്കൊണ്ട് തന്നെ ഉടമസ്ഥാവകാശം ഇതിനകത്ത് ഹൈബ്രിഡ് ഉടമസ്ഥാവകാശത്തിലേക്ക് പോകും. അതാണ് ഇതിൽ ഈ പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ടിനെ സംബന്ധിച്ച് ഇവർ കൊണ്ടുവരാൻ പോകുന്ന അതായത് ഇന്ന് അഡ്വക്കേറ്റ് വിഷ്ണു ശങ്കർ ജെയിൻ്റെ സൗണ്ട് ബൈറ്റിൽ അയാൾ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇവിടെ ഈ പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ടിൻ്റെ തന്നെ സെക്ഷൻ 4 ഉണ്ട്. 91 ആക്ടിലെ സെക്ഷൻ 4. ആ സെക്ഷൻ 4 ആണ് അവരെടുത്ത് പറയുന്നത്. അതനുസരിച്ചാണെങ്കിൽ നേരത്തെ എന്തായിരുന്നു എന്നുള്ളത്, അവിടെ ഒരു പ്രീ എക്സിസ്റ്റിംഗ് സ്ട്രക്ചർ ഉണ്ടായിരുന്നു. ആ സ്ട്രക്ചർ ഒരു ഹിന്ദു ടെമ്പിളിൻ്റെതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ എവിഡൻസ് വന്നിരിക്കുന്ന കാര്യങ്ങൾ ASI റിപ്പോർട്ട് അപ്പോഴായിരിക്കും അവർ കോട്ട് ചെയ്യുക എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ല, അതിനകത്തൊരു ക്ലാരിറ്റി എന്താ അറിയോ സൂര്യ? അതായത് ആ ഉടമസ്ഥാവകാശമല്ല ഇപ്പൊ ജില്ലാ കോടതി ആരാധനാ സ്വാതന്ത്ര്യം മാത്രമേ. അതായത് ഈ പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ട് പ്രകാരം അവിടെ ഹിന്ദുക്കൾക്ക് ആരാധനയ്ക്ക് അവകാശമുണ്ടെന്ന് സ്ഥാപിക്കാൻ വേണ്ടി അവർ റെഫർ ചെയ്യാൻ പോകുന്നത് സുപ്രീം കോടതിയിൽ കൊടുത്തിരിക്കുന്ന ASIയുടെ റിപ്പോർട്ട്. അത് പബ്ലിക് ഡൊമൈനിൽ അവൈലബിൾ ആയതുകൊണ്ട് അത് ഇവിടെ കോട്ട് ചെയ്യുന്നതിന് ബുദ്ധിമുട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ് ഇന്ന് അഭിഭാഷകൻ പറഞ്ഞതും. അദ്ദേഹം പറയുന്ന വാചകം ഇതാണ്: ASI ഫൈൻഡിംഗ് റീകൺഫേംസ് ദാറ്റ് ദ മോസ്ക് ഹാഡ് ബീൻ കൺസ്ട്രക്റ്റഡ് ആഫ്റ്റർ ഡിമോളിഷിംഗ് എ മാഗ്നിഫിസന്റ് ടെമ്പിൾ. അതാണ് അവർ കോട്ട് ചെയ്യാൻ പോകുന്ന ആർഗ്യുമെന്റ്. ആ ആർഗ്യുമെന്റ് അവിടെ നിൽക്കട്ടെ. നേരത്തെ RSS ചീഫ് മോഹൻ ഭാഗവതിന്റെ സ്റ്റേറ്റ്മെന്റ് 2022 ആ സ്റ്റേറ്റ്മെന്റ് നടത്തിയത് ജൂൺ 3. അതിന്റെ ANIയിലെ സൗണ്ട് ബൈറ്റും അതിന്റെ ട്രാൻസ്ക്രിപ്റ്റും അതായത് അതിന്റെ വെർബാറ്റും നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അതിൽ ഗ്യാൻവാപി വിവാദത്തിൽ എല്ലാ മോസ്കുകളിലും പോയി നിങ്ങൾ ശിവലിംഗം തിരയുന്നത് എന്തിന് എന്നാണ് അദ്ദേഹം കൃത്യമായി ചോദിച്ചിരിക്കുന്നത്. എല്ലാ മോസ്കുകളിലും പോയി ശിവലിംഗം തിരയുന്നതിന് ഗ്യാൻവാബിയെ കുറിച്ച് പറയുന്നത് എന്താണ്? ഗ്യാൻവാബി മാറ്റർ ഈസ് ഓൺ ഗോയിങ്, വി കനോട്ട് ചേഞ്ച് ഹിസ്റ്ററി. നമുക്ക് ചരിത്രം മാറ്റാൻ കഴിയില്ല. അവർ വിശ്വസിക്കുന്ന ചരിത്രം എന്താണ്? അവിടെ ശിവലിംഗമാണ് കണ്ടെത്തിയത്, അവിടെ ഹിന്ദുക്കളുടെ ആരാധനാലയമായിരുന്നു. ആ ചരിത്രം ആരും മാറ്റാൻ നോക്കേണ്ട എന്ന് കൂടി പറഞ്ഞു വെക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ പറയുന്നു, neither today's Hindus nor today's Muslims created it. It happened at that time. Islam came from outside via attackers. അതാണ് മോഹൻ ഭഗവതിന്റെ സ്റ്റേറ്റ്മെന്റിന്റെ പൂർണ്ണരൂപം. അതുകൂടി ചേർത്ത് വായിച്ചാലേ അതിന്റെ അർത്ഥം മനസ്സിലാകൂ. നോക്കൂ, മോഹൻ ഭാഗവത് RSSന്റെ സർസംഘ് ചാലക്കാണ്. സ്വാഭാവികമായും RSSന്റെ കാര്യങ്ങളല്ലേ പറയുള്ളൂ. RSSനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വിശ്വ ഹിന്ദു പരിഷത്ത്, നമ്മളിപ്പോൾ വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ കാര്യങ്ങൾ ചർച്ച ചെയ്തു. വിശ്വ ഹിന്ദു പരിഷത്ത് എന്താണ്? സംഘപരിവാറിൻ്റെ ഒരു പ്രധാനപ്പെട്ട കോമ്പോണൻ്റാണ് എന്ന് മാത്രമല്ല വിശ്വ ഹിന്ദു പരിഷത്താണ്
അയോധ്യ അയോധ്യ രാമക്ഷേത്ര നിർമ്മാണത്തിന്റെ സകല പ്രക്ഷോഭത്തിന്റെയും മുന്നണിയിലുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളൊക്കെ ഡൽഹിയിൽ ഇരിക്കുന്ന കാലഘട്ടത്തിൽ വിശ്വ ഹിന്ദു പരിഷത്താണ് അത് മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. അശോക് സിംഗാളാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അതിന്റെ മുഖം ഫൈറ്റർ എന്ന് പറയുന്നത്. പിന്നീട് അത് ഐഡിയോളജിക്കലായിട്ടുള്ള ഒരു യുദ്ധത്തിൽ BJP-യെ സംബന്ധിച്ചിടത്തോളം മുന്നോട്ട് വരാൻ വേണ്ടി ആ വിഷയം ഒരു പ്രത്യയശാസ്ത്ര വിഷയമായി ഉയർത്തിയെടുത്തു എന്ന് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ VHP-യെ ഏതെങ്കിലും തരത്തിൽ മാറ്റി നിർത്തേണ്ടതില്ല. VHP യഥാർത്ഥത്തിൽ BJP-ക്ക് ഒരു പൊളിറ്റിക്കലായിട്ടുള്ള അജണ്ട സൃഷ്ടിച്ചു കൊടുക്കുന്ന സംഘപരിവാറിലെ അവിഭാജ്യമായിട്ടുള്ളൊരു ഘടകമാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ്. രണ്ട്, നോക്ക്, ഇതിനകത്തുള്ള ഒരു പൊളിറ്റിക്സ് കൂടി നമ്മൾ ചർച്ച ചെയ്ത് പോകണം എന്ന് വിചാരിക്കുകയാണ്. അതായത് BJP-യേക്കാൾ വലിയ കൾട്ടായിട്ട് ഇപ്പോൾ നരേന്ദ്രമോദി മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നേരത്തെ ശ്രീ ഉണ്ണി ബാലകൃഷ്ണൻ ചൂണ്ടിക്കാണിച്ചു, നോക്ക്, BJP-യെ സംബന്ധിച്ചിടത്തോളം നിലവിൽ രാമക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠ മതി അവർക്ക് എന്നുള്ളതാണ്. ശരിയാണ്. പക്ഷേ ഇന്ന് ഞാൻ രാജ്ദീപ് സർദേശായിക്ക് പ്രശാന്ത് കിഷോർ നൽകിയിട്ടുള്ളൊരു അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞു, ഇത് പുതിയ വോട്ടുകൾ BJP-ക്ക് സമ്മാനിക്കാൻ പോകുന്നില്ല. ഒരു അഭിപ്രായമായിട്ട് കണക്കാക്കിയത് കേട്ടോ. പുതിയ വോട്ടുകൾ BJP-ക്ക് സമ്മാനിക്കാൻ പോകുന്നില്ല. പക്ഷേ ഇത് BJP സംഘപരിവാർ പ്രവർത്തകരെ വല്ലാത്ത രീതിയിൽ എൻത്യൂസിയിച്ചിട്ടുണ്ട്, അവരെ ആവേശഭരിതരാക്കിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ അദ്ദേഹം തർക്കം പറയുന്നില്ല. നോക്കൂ, ഇവിടെ എന്തുകൊണ്ടാണ് രാമൻ മാത്രമാകാതെ ചെയ്യുന്നത് എന്നുള്ളത് കൂടി പരിശോധനയ്ക്ക് വിധേയമാക്കണം. ഹിന്ദു എന്ന് പറയുന്നത് ഒരൊറ്റ ദൈവത്തിൽ വിശ്വസിക്കുന്ന ആളുകളല്ലല്ലോ. അത് ഓരോ പ്രദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടുത്തെ വിശ്വാസങ്ങൾ എന്ന് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇന്ത്യയിലെ എല്ലാ ഭാഷ സംസാരിക്കുന്ന ഹിന്ദു മതവിശ്വാസികളെയും ഒരൊറ്റ മാലയിൽ കൊരുക്കണം എന്നുള്ളതാണ് BJP-യുടെ ആഗ്രഹം എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ വോട്ട് ചെയ്യുമ്പോൾ അത് അവരുടെ കർമ്മവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒരൊറ്റ മാലയിലൊന്നും ഹിന്ദുവിനെ എല്ലാം ഒരുമിച്ച് ചേർക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അവർ വോട്ട് ചെയ്യുമ്പോൾ 80-20 എന്ന് പറയുന്ന ഒരു ഇക്വേഷനിലാണ് BJP വിശ്വസിക്കുന്നത്. അപ്പോൾ എല്ലാ സംസ്ഥാനങ്ങളിലും എല്ലാ ഭാഷകളിലും സംസാരിക്കുന്നവരെ ഇപ്രാവശ്യം 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒന്നിച്ചു കൊണ്ടുവരണം BJP-യെ സംബന്ധിച്ച്. എന്താണ് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത? ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രതിപക്ഷ പാർട്ടിയുടെ നേതാവായിട്ടുള്ള മല്ലികാർജുൻ ഖാർഗെ പറയുന്നത് 2024 BJP ജയിച്ച് കഴിയുകയാണ് എങ്കിൽ ഒരു ഭരണഘടനാ ഭേദഗതിക്കുള്ള, അത് ഞാൻ ആഡ് ഓൺ ചെയ്യുകയാണ്, ഭരണഘടനാ ഭേദഗതിക്കുള്ള ഭൂരിപക്ഷം BJP-ക്ക് ലഭിക്കുകയാണ് എങ്കിൽ പുടിൻ്റെ തെരഞ്ഞെടുപ്പായിരിക്കും ഇന്ത്യയിൽ നടക്കുക പിൽക്കാലത്ത് എന്ന് നമ്മുടെ ഏറ്റവും വലിയ പ്രതിപക്ഷ നേതാവിൻ്റെ പ്രമുഖനായിട്ടുള്ള നേതാവ് പറയുന്നൊരു സാഹചര്യമുണ്ട്. അപ്പോൾ 2024 BJP-യെ സംബന്ധിച്ചിടത്തോളം 400 സീറ്റാണ്. ആ നിലയിലുള്ള മുദ്രാവാക്യം അവർ ഉയർത്തിക്കഴിഞ്ഞിരിക്കുന്നു. അബ് കി ബാർ 400 ബാർ എന്ന മുദ്രാവാക്യമാണ് BJP ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ BJP-യെ സംബന്ധിച്ചിടത്തോളം ഒരു ഭരണഘടനാ ഭേദഗതി ഉണ്ടാകുന്ന രീതിയിലുള്ള തെരഞ്ഞെടുപ്പാണ് ആവശ്യം എന്നുള്ളത് വളരെ വ്യക്തമായി ഇതിനകം തന്നെ പറഞ്ഞിരിക്കുന്നു. ബാക്കിയുള്ള ചർച്ചകളിലേക്ക് പോവുകയാണെങ്കിൽ എനിക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ പറയാനുണ്ട്. അല്ല, ഈ അയോധ്യ മാത്രം മതിയാവില്ല എന്നുകൊണ്ടാണ് നിതീഷ് കുമാറിനെ കൂടെ കൂട്ടുന്നത്. അത് മറ്റൊരു രാഷ്ട്രീയമാണല്ലോ. അല്ല, മാത്രമല്ല നാളെ ഈ എക്കണോമിക് സർവേ ഇതുവരെ വന്നിട്ടില്ല. സർവേ ഇല്ല. എക്കണോമിക് സർവേ ഇല്ല. എക്കണോമിക് സർവേ വന്നിട്ടില്ലെന്ന് മാത്രമല്ല, പാർലമെന്റിൽ എക്കണോമിക് സർവേക്ക് പകരം എക്കണോമിക് റിവ്യൂ അല്ല, പകരം എന്താ ചെയ്തിരിക്കുന്നത്? എക്കണോമിക് റിവ്യൂ 5 ദിവസങ്ങൾക്ക് മുമ്പ് 4 ദിവസങ്ങൾക്ക് മുമ്പ് CEO എവിടെ വെച്ചു? എക്കണോമിക് റിവ്യൂ പാർലമെന്റിൽ വെക്കേണ്ടതാണ് ഈ സർവേ റിപ്പോർട്ട്. സർവേ റിപ്പോർട്ട് ഇന്ത്യൻ ബഡ്ജറ്റ് ആയതുകൊണ്ട് വെക്കുന്നില്ല. പക്ഷേ എക്കണോമിക് റിവ്യൂ കമ്മിറ്റി പുറത്തുവിട്ടു, റിവ്യൂ റിപ്പോർട്ട് പുറത്തുവിട്ടു. ആര്? CEO, ചീഫ് എക്കണോമിക് ഓഫീസർ പുറത്തുവിട്ടിരിക്കുന്നു. എവിടെയാണ് പുറത്തുവിട്ടിരിക്കുന്നത്? പൊതു ഇടത്തിൽ പുറത്തുവിട്ടിരിക്കുന്നു, നോട്ട് ഇൻ പാർലമെന്റ്. അപ്പോൾ എന്താ പ്രശ്നം? ഇതിൽ പറഞ്ഞിരിക്കുന്നത് അതേ കണ്ടന്റ് ആണ്. നേട്ടം മാത്രമേ പ്രൊജക്ട് ചെയ്തിട്ടുള്ളൂ. 10 വർഷത്തെ നേട്ടം മാത്രം. 10 വർഷത്തെ പിന്നെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ചുള്ള റിപ്പോർട്ടാണ്. സാമ്പത്തിക സർവേ റിപ്പോർട്ട് പുറത്തു വരിക ഇനി ജൂലൈ മാസത്തിൽ മാത്രമായിരിക്കും. അതുകൊണ്ടാണ് ഈ ചോദ്യം ഉണ്ടാകുന്നത്. ഇത് പല ഘട്ട അതാണ് എക്കണോമിക് റിവ്യൂ റിപ്പോർട്ടിൽ നേരത്തെ ഇടക്കാല ബജറ്റിന് മുമ്പ് എക്കണോമിക് സർവേ റിപ്പോർട്ട് കൊടുക്കും. ഇത് പുതിയ പതിവാണ്. ഇതൊരു പുതിയ പതിവ്. എങ്ങനെയാണ് പാർലമെന്റിൽ ഈ എക്കണോമിക് സർവേ റിപ്പോർട്ട് വെക്കുമ്പോഴാണല്ലോ ധനസ്ഥിതിയെക്കുറിച്ചുള്ള യഥാർത്ഥ ചിത്രം കിട്ടുക. ഇതൊരു പുതിയ കൺവെൻഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. എവിടെ ഇത് ജൂലൈയിൽ പൂർണ്ണ ബഡ്ജറ്റും സർവേ റിപ്പോർട്ടും വെക്കാമെന്ന് പറയുന്നു. പക്ഷേ നേട്ടങ്ങളുടെ റിവ്യൂ റിപ്പോർട്ട് പുറത്തുവിടുകയും ചെയ്യുന്നു. അത് പാർലമെന്റിലല്ലാതെ. അതുകൂടി അവിടെ ഉണ്ട്. അവിടെ വരുമ്പോഴാണ് ഈ കണക്കുകൾ ഉണ്ടാവുന്നത്. നമ്മൾ ഈ കേട്ട കണക്കുകൾ പലതും തെറ്റാണെന്നുള്ള അടിസ്ഥാന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. കുടുംബക്ഷേമ മന്ത്രാലയത്തിന്റെ കണക്കുകളുണ്ട്. ക്ഷേത്രം കൊണ്ട് മാത്രം നിങ്ങൾക്ക് വോട്ട് സാധ്യമല്ല എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുന്നുണ്ട് എന്നുള്ളതും ഒരു വശത്ത് നിൽക്കുന്നു. പക്ഷേ ഈ ഗ്യാൻവാബി അടക്കമുള്ള വിഷയങ്ങൾ സ്വാഭാവികമായും നമ്മൾ വലിയ ലാർജ് പെർസ്പെക്റ്റീവ് നോക്കുമ്പോൾ അത് മതേതരത്വത്തിനെതിരാണ്. അത് ആ ട്രെൻഡ് സെറ്റ് ചെയ്തിരിക്കുകയാണ്. നേരത്തെ ഇവിടെ നമ്മളെല്ലാവരും പറഞ്ഞതുപോലെ
2025 RSSന്റെ 100ാമത്തെ വർഷമാണ്. ആ 100ാമത്തെ വർഷം ഇന്ത്യക്ക് എന്ത് സംഭവിക്കും എന്നുള്ളതാണ് ആശങ്കയോടുകൂടി മതേതര വിശ്വാസികൾ നോക്കിക്കാണുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം. അത് മാറ്റണമെങ്കിൽ എന്താണ്? സമൂഹത്തെ നിങ്ങൾ ഹൈന്ദവവൽക്കരിക്കുക. സമൂഹം ഹൈന്ദവവൽക്കരിക്കപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ വളരെ എളുപ്പമാണ് ഒരു രാഷ്ട്രത്തെ ഹൈന്ദവവൽക്കരിക്കാൻ. അതിനുള്ള പ്രക്രിയയാണ് നടക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഗ്യാൻവാപിയിലോ മധുരയിലോ ഇനി കർസേവകരുടെ ആവശ്യമില്ല. ഇനി ഒരു പൊളിറ്റിക്കൽ പാട്രണേജ് ആവശ്യമില്ലാത്ത വിധം സമൂഹത്തിൽ സ്വയം പ്രവർത്തനക്ഷമമായ ആശയമായി ഹിന്ദുത്വം മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് എൻ്റെ പോയിന്റ് ആ വിഷയത്തിൽ. നമുക്ക് മറ്റു കൂട്ടിച്ചേർക്കാനില്ലെങ്കിൽ നേരെ നമുക്ക് വിധിയിലേക്ക് പോകാം. അതിനുശേഷമുണ്ട് വേളയിലേക്ക്. അയോധ്യ വഴിയോ ഗ്യാൻവാപി എന്നതായിരുന്നു ചോദ്യം. യെസ് എന്ന് 5, നോ എന്ന് 0. Meet the editors.